അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാനിട്ട് എട്ടോണത്തേക്ക് ഞാനും ഫാത്തിമയും പൊന്നും കൂടിയിട്ട് എട്ടോണത്തേക്ക് പോകാൻ ബസ്സിന് കാത്തുക കേട്ടോ. അങ്ങനെ ബസ് കിട്ടി. അങ്ങനെ എട്ടോണത്തെത്തി വീട്ടിലേക്ക് പോകാനിട്ടാണ്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനേ ഉള്ളൂ. നാളെ ബിലാൽമോൻ വരികയാണ്. അപ്പോൾ ആ സന്തോഷത്തിലാണ് ഞാനും മക്കളും സ്കൂൾ ഇട്ട് വന്നതിന് ശേഷം. ഇനി നാളെ സ്കൂളുണ്ട്. അപ്പോൾ അത് കാരണം അവരെ ബാഗൊക്കെ ആയിട്ടാണ് പോന്നിക്കണം കേട്ടോ. കാലത്ത് അവരെ സ്കൂൾക്ക് പറഞ്ഞയക്കണം. അപ്പോൾ അവരെ ബാഗും ബുക്കൊക്കെ ആയിട്ടാണ് പോന്നിക്കണത്. അപ്പോൾ ബിലാൽമോനെ കാണേണ്ട സന്തോഷത്തിൽ നാളെ പുലർച്ചെയാണ് അവൻ വരിക. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ വീട്ടിലെത്തി നോക്കുമ്പോൾ മുർഷിമോളും അവളെ കുട്ടിയൊക്കെ വന്നിക്കണം കേട്ടോ. അനിയത്തിയുടെ മോളാണിത്. അപ്പോൾ ഞങ്ങളെ കണ്ടു നോക്കുമ്പോൾ പരിചയക്കുറവാണ് അവൾക്ക്. അപ്പോൾ അവൾക്ക് അവിടെ എല്ലാവരിനെ പറ്റുള്ളൂ. അങ്ങനെ അനിയത്തി വീട്ടിലേക്ക് വന്നു. ഞങ്ങളെല്ലാവരും അവിടെ ഉള്ളിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഇവിടെ പുറത്ത് നാലാളും കൂടി സന്തോഷത്തിലാണ്. അവരെല്ലാവരും നാലാളും കൂടി കഴിഞ്ഞാൽ കളിയും തല്ലോട്ടും ചെറിയും കളിയൊക്കെ ആയിട്ട് അവരങ്ങനെ ഒരു സെറ്റാണ് നാലാളും കൂടിയിട്ട്. അങ്ങനെ അവരവിടെ കൂടെ കളിക്കുകയാണ്. പിന്നെ ഞാൻ അകത്ത് കയറിയേക്കുമ്പോൾ മുർഷിമോൾ കൊടുക്കുന്നത് അവൾ തന്നതാ. ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ഈ സാധനം. നമ്മൾ ഇങ്ങനെ നേർച്ചക്ക് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ ചെറിയ അനിയത്തി മൊബി സർപ്രൈസായിട്ട് വന്നിക്കാൻ കേട്ടോ. പെട്ടെന്ന് അവൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കു സമ്മതിക്കണില്ല വരാൻ. ഞാൻ വരുന്നില്ല താത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതാട്ടോ. എന്നിട്ട് അവൾ സർപ്രൈസായിട്ട് എനിക്ക് വിളിക്കണ്ട, ഇവിടുന്ന് വരാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറഞ്ഞിട്ട് രണ്ടാളും കൂടിയിട്ട് പോന്നിക്കാൻ കേട്ടാ. അവർ വരുമ്പോൾ കൊടുന്നതാണ് മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കൊടുന്നിട്ട് ഐശുട്ടിയും ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ ഐസ്ക്രീമായിരുന്നു. ഇവർ സർപ്രൈസായിട്ട് വന്ന കാരണം ഫുഡൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അറിയില്ലല്ലോ ഇവർ വരുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള തട്ടിക്കൂട്ടലാണ് കേട്ടോ. പെട്ടെന്ന് കോഴിക്കറിയും ഒക്കെ പാടെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്നിട്ട് വെക്കാൻ കേട്ടോ. അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ചുക്കുമോനോട് 2 വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ സലമോന് ഒരു ഫോണിൻ്റെ മുകളിൽ സ്പ്രേനൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ കേട്ടോ. പിന്നെ പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അവർ രണ്ടാളും കൂടിയിട്ട് കാർട്ടൂണൊക്കെ കണ്ടിട്ട് അങ്ങനെ കിടക്കുക കുറച്ച് നേരമൊക്കെ. എടുക്കണം അങ്ങനെ ഉപ്പാക്ക് വിളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചക്കയുടെ ചുള നേരാക്കാൻ കേട്ടോ. മുബി വരുമ്പോൾ കൂടുന്നതാണ് ചക്ക. അവരോട് ചക്കയും മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ ബിലാൽമ വന്നു കഴിഞ്ഞാൽ വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചക്കൊക്കെ പൊളിച്ച് പിന്നെ അത് അരിഞ്ഞ് റെഡിയാക്കി. അതിൻ്റെ ഇടയിൽ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പവും ചൂട്ട് കൊടുക്കാൻ കോഴിക്കറിയൊക്കെ ആ വർക്ക് ഏരിയയിൽ ഇരുന്നിട്ട് ഉമ്മ ഇങ്ങനെ ചൂട്ട് കൊടുക്കാൻ ഉണ്ടാക്കുന്നു. എല്ലാവരും നിലത്തിരിക്കുന്നു, ചൂട്ടോട് കൂടി ഇങ്ങനെ കഴിക്കുന്നു. അത് വല്ലാത്തൊരു രസമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വഹാബ് വന്ന് അളിയനും കൂടി സംസാരിക്കാൻ കേട്ടോ. വഹാബ് വന്നിട്ട് അവൻ വീട്ടിലേക്കാണ്ട് പോകാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തല്ലേ അവൻ്റെ വീട്. അപ്പോൾ കൊച്ചുമോളെ കയ്യോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഉറങ്ങില്ലേ? നമസ്കരിക്കണേ. അങ്ങനെ അൽഹംദുലില്ലാ അവൻ നാട്ടിലെത്തി. 10 ദിവസത്തെ ലീവിനാണ് കേട്ടോ വരുന്നത്. നാളെ ഷെഫ്നുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ സമയത്ത് അപ്പോൾ തന്നെ പോയതാണ്. പോയിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞ്. അപ്പോൾ ഷെഫ്നുട്ടിക്ക് ഒരു സർപ്രൈസായിട്ട് വന്നിക്കാണ് കേട്ടോ. 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാ അവൻ പോകും കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടാ വെള്ളം കുപ്പിയേക്ക് വന്നതാണ്. കുട്ടികളെല്ലാരും മാമാടെ കുപ്പിയുടെ നല്ല പഞ്ഞിണ്ട്. അത് ഇതിന് ചെറിയ വയസ്സുള്ളൂ. ഉപ്പയും ബിലാൽമോനും എപ്പോൾ വരുമ്പോഴും മീൻ കൊണ്ടിട്ടോ. അവർക്ക് അവിടെ ഫിഷിൻ്റെ പണിയാണ്. അപ്പോൾ ആ ഒരു ഇത് കാരണം നല്ല ഫ്രഷ് മീൻ അവർ വരുമ്പോൾ കഴിക്കാം. നമ്മുടെ നാട്ടിലത്തെ മീൻ പോലെ നല്ല ഫ്രഷ് മീൻ കിട്ടും. അങ്ങനെ മീനൊക്കെ പൊട്ടിച്ച് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. ഷെഫ്നുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടിയിട്ട് വന്ന് കൊടുന്നതാണ് കേട്ടോ. ഷെഫ്നുട്ടിക്ക് ചെമ്മീൻ നല്ല ഇഷ്ടം. അപ്പോൾ അങ്ങനെ കൊടുന്നതാണ്. ഈ പെട്ടി കെട്ടാനുള്ള കഷ്ടപ്പാടൊന്നും ഇവർക്കറിയില്ല. കളി നന്നാക്ക്
ആർക്ക് ആരെന്ത് അയ്യാ എന്നൊക്കെ ടിക്കറ്റ് എടുക്കണേ ഇമ്മ പറഞ്ഞു ഇങ്ങനെ മേടിച്ചു മേടിച്ചു പറയണേ ഇമ്മ പറയാണേ മുഷിക്ക് പറഞ്ഞോക്കുമ്പോ ആ വിളിച്ചോ വീഡിയോ എടുക്കേണ്ടതായിരുന്നു മുഷിക്ക് 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 This is 500 dirham. Hobby car. Daishu. Onu selam. Sayali. Sakmidano. കത്തിക്ക് വെച്ചോ Dito pa yung... ഈ പെണ്ണിനെ കൊണ്ടുപോരാ അത് കാണിക്ക് ചക്മട്ടിക്കൾ മുട്ടായി This is for me. Personal use ആണ്. സ്പ്രേ അതെ ആ കേട്ടറിയാ ഇപ്പൊ അടിച്ചത് എന്താണ് കുട്ടിക്ക് പോയിച്ച മുട്ടായി കാണിക്കടി കാണിക്കടാ തുറന്നിട്ട് അണ്ടിപ്പരിപ്പ് അല്ലാതെ വേറെ മുട്ടായി ഉണ്ട് എന്ന് പറയും മുട്ടായി വേറെ കുട്ടികൾക്ക് പേന അത് വെച്ചോ एक दो ഐശുനി അയ്യോ ഇതിന്റെ ഉമ്മാക്കാണ് സോപ്പ് പൊടി ഞാൻ എന്റെ ഉമ്മാനോട് പാൽപ്പൊടി അല്ല എന്റെ ഉമ്മാനോട് ഞാൻ എന്താ വേണ്ടെന്ന് വെച്ച് നോക്കുമ്പോ ആകെ പാടം വേണം പറഞ്ഞ സോപ്പ് പൊടി അത് കവർന്ന് ചെറുതായി പൊട്ടിയിട്ടുണ്ട് പെട്ടെന്ന് കുപ്പിയിൽ കിട്ടില്ലെങ്കിൽ കാട്ടി കയറിയിട്ടൊക്കെ കട്ടോടി ഇതൊക്കെ ശരിക്കും വീഡിയോ നമുക്ക് വേറെ എന്തെങ്കിലും ആ കത്തി ഇങ്ങോട്ട് കുറച്ച് കിടക്കാൻ മറ്റേ കട്ടിയല്ല ഐശ്വര്യ അതിന്റെ മുളക്ക് വെച്ച് അലുമിനിയം ഫോയില് ആ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇതാണ് ഇപ്പാടെ ഷെഫിനുള്ള മുട്ടായി പറഞ്ഞു നമ്മളെ മറ്റേ മുട്ടായി അല്ലേ ഇത് കാണിക്കേ ഞങ്ങൾ സ്വർണ്ണം എടുക്കുമ്പോ ഇതാ ഇതങ്ങനെ മുട്ടായി ശരിക്കുന്നു അതെ തിന്ന മുട്ടായി ഇത് മറ്റേ നമ്മുടെ ഇത് നമ്മുടെ നമ്മുടെ അജുവിനാട്ടോ അജുവിന്റെ സാധനം ഈത്തപ്പഴം പ്രാവശ്യം റമദാനായിട്ട് നമ്മുടെ ഈത്തപ്പഴം ഈത്തപ്പഴത്തിന്റെ കളി എന്തൊക്കെ ബണ്ണ റോസ് ഉടുപ്പാണ് ഏതോ ഒരു അവർക്ക് പൊട്ടി വേണം മുർഷിക്ക് കൊടുത്തു മുർഷിക്ക് അസ്സലാമലൈക്കും ഹലോ അങ്ങനെ നേരമൊക്കെ വെളുത്തോട്ടോ അതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് അവൻ കാറൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ പാലക്കാട്ടേക്ക് പോകാനുള്ളത് എല്ലാവർക്കും കൂടിയിട്ട് ഷെഫിനോട്ടിൻ്റെ അടുത്തേക്ക് സർപ്രൈസായിട്ട് എല്ലാവരും കൂടിയിട്ട് പോകാനുള്ളതാണ് ഇൻഷാ അള്ളാ അപ്പോൾ ഓന് കാറൊക്കെ കഴുകി വൃത്തിയൊക്കെയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ അങ്ങോട്ട് പോകേണ്ട സന്തോഷത്തിലാണ് കേട്ടോ ഐശുട്ടിക്ക് ഞങ്ങളൊന്നും പറ്റണില്ല ഐശുട്ടിക്ക് ഞങ്ങളൊന്നും പറ്റണില്ല ഐശുട്ടിയുടെ വീട്ടിലേക്ക് പോയാൽ മതിയോ ഐശുവോ താത്തമ്മക്കോട് അവ കാട്ടട കാറില്ലേ ഈ എന്ത് ഇങ്ങനെ നോക്കണ് ഞങ്ങളെ അറിയൂല ഓ ആ ഉമ്മിയെ ഇന്നൊന്ന് എടുത്തോണ്ടവേ ഈ ആൾക്കാരുടെ ഒന്ന് രക്ഷിക്കണേ ഇന്നൊന്ന് രക്ഷിക്കണേ ഇന്നാരാ വേണ്ടേ ഇന്റെ അപ്പാടെ വീട് മതിയേ എൻ്റെ അമ്മയുടെ ഐശോ അങ്ങോട്ട് നോക്ക് മാമാനെ മാത്രമേ പറ്റുള്ളൂ ഇന്ന് വന്ന മാമാനെ എനിക്ക് പറ്റും ഞങ്ങളെ പറ്റില്ല ഐശോ
എൻ്റെ ഉപ്പ എവിടെ ഉപ്പ എൻ്റെ ഉപ്പാനെ ഇമ്മമ്മാനെ പിന്നെ റിസ്ന മാമിയോ റിസ്ന എന്ത് വിളിക്കോളേ മാമി എവിടെ ഹായ് നോക്കണോ എൻ്റെ മാമി എവിടെ മാമി എൻ്റെ അബി എവിടെ അബി ഹായ് ഇതാ നോക്കുന്നു അബി എവിടെ അബി എവിടെ ആ അപ്പൊ നോക്കി റിസ്ന എവിടെ റിസ്ന മാമി നെസ്രീനെ എന്ത് വിളിക്കുക കൊച്ചുമ്മ എവിടെ കൊച്ചുമ്മ നെസ്രി കൊച്ചുമ്മ എവിടെ അതൊക്കെ പറ്റൂലേ നമ്മളെ വേണ്ട നമ്മളൊന്നും ആക്കും വേണ്ടല്ലേ ഐഷു ഒന്ന് ചിരിക്കടി ഐഷു ഈ ഒന്ന് ചിക്കടി ഐഷുട്ടിയെ ഒന്ന് ചിക്കടി പെണ്ണെ മുറിച്ച് ഒന്ന് ചെറുപ്പിക്കടി മുറിച്ച് ചെറുപ്പി ഈ ഉണ്ടായിരിക്കും ഈ പറഞ്ഞ ചെറിക്കില്ല ഈ ഉണ്ടായിരിക്ക് മുറിച്ച് ചെറുപ്പിച്ച ഐഷോ ഒരു സ്വത്തെ ഒതുങ്ങിക്കുക അവൾ ചെറുപ്പിക്കട്ടെ ചിരിക്കാനൊക്കെ അറിയല്ലേ എനിക്ക് ഐശ്വ ചിരിക്കാനറിയോ താത്തമ്മാനെ പറ്റില്ല പൊന്നൂനെ പറ്റില്ല സ്വത്താത്താനെ പറ്റില്ല എന്താ പൊന്നോ എന്താണ് ഒന്ന് തൊട്ടോക്കൊള്ള പൊന്നോ ആ വേണ്ട ഒന്ന് എടുക്കടി എന്താ അത്ര അമ്മ ആൾക്കാരെ ഓടി വരണേ എന്നെ കൊണ്ടവണേ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഐശുട്ടിയെ പിടിക്കണ്ടേ എന്നെ തൊടണ്ടേ വേണ്ടടി എന്നെ തൊടണ്ടേ അവള് ഉമ്മി കാട്ടിയാലേ ചെറിക്കോളൂ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ശുക്കുമ്പം പോവാണ് കേട്ടോ. ഇന്നലെ വന്നതല്ലേ, മുബീനെ കൊടുന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അവൻ പോവാണ്, നോക്കുകയാണ് കേട്ടോ. മുബീനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് സലാം പറഞ്ഞിട്ട് അങ്ങനെ ആൾ പോയിട്ടോ. എന്താ മാമാനെ കാണുമ്പോ ഇങ്ങനെ നിൽക്കണേ? ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എങ്ങനെ കെട്ടിപ്പിടിക്കുക? എങ്ങനെ കെട്ടിപ്പിടിച്ച ആ ഇനി പോട്ടെ. ഇവിടെ ഒരു മാട്ടെ, ഇവിടെ മൂക്കുമ്പോ നെറ്റത്ത് വണ്ടി വന്നിട്ട് കാണാട്ടാ. സ്കൂളിൽ വന്നിട്ട് വന്ന് കാണാട്ടാ. മമ്മൂട്ടിക്ക് മുട്ടായി എടുത്താ? ഒരു മുട്ടായി കാറ് മാമ വന്നിട്ട് കാണിച്ചു തരാട്ടാ. ഒരു മുട്ടായി ഉള്ളൂ. അങ്ങനെ മോൾട്ടി പതുക്കോടട്ടാ. എന്താ അളിയന്റെ ചെരുപ്പിലിട്ടാ പോയി കുഞ്ഞളിയ ബസ് ഇപ്പൊ വരും. ഓളെ നമ്മടെ കൂടെ അല്ലേ? അതേ, അന്റെ യൂണിഫോം നന്നായിട്ടുണ്ട് കേട്ടാ.
യൂണിഫോം ഇട്ടോക്കുമ്പോ അധികം തടിയില്ല. ശരിക്കും പറഞ്ഞ് ഓനക്ക് ഇഷ്ടപ്പെട്ടപ്പോഴും പറയണത്. കോയിന്റെ കാല് മീനോ? മീൻ കൂട്ടിയില്ല. മീൻ കൂട്ടിയില്ല. അത് എവിടെ അവിടെ ലേശങ്ങൾ കൊണ്ടങ്ങളേ ചിക്കനും നിങ്ങളൊക്കെ എവിടെ ഇവിടെ കഴിക്കാണല്ലോ. എവിടെപ്പാ? ആ അപ്പ എവിടെ? നാട്ടില് വന്നിട്ട് ഇങ്ങനെ ചാരുപാടിയിൽ ഇരുന്നിട്ട് പുറത്തത്തെ സ്കൂൾ കുട്ടികൾ പോണ കാഴ്ച കണ്ടിട്ട് ചായ കുടിക്കണത് വല്ലാത്തൊരു വൈബാണല്ലേ. മാഷാ അല്ലാ. അതൊരു ദോശയും ചമ്മന്തി ആണെങ്കിലും അല്ലേ അതിന് എന്ത് ഫുഡാണെങ്കിലും ഈ ഒരു സുഖം കിട്ടില്ലേ മക്കളെന്നല്ലേ. കേക്കട്ടെ നാട് നാടന്നെ. നാട് നാടന്നല്ലേ എന്തൊക്കെ പറഞ്ഞു പൊന്നൂന് കളിപ്പി. ആ ഫ്രോസന്റെ ചിക്കൻ മേടിച്ചിട്ട് എത്ര നന്നാക്കി കറി വെച്ച് കഴിഞ്ഞാലും ഈ ഫ്രഷ് ചിക്കൻ നമ്മുടെ കുഞ്ഞാക്കാന്റെ കടയിൽ നിന്ന് മേടിച്ചു അത് ഒരു മഞ്ഞപ്പൊടി പൊട്ടിട്ട് വെച്ച് കഴിഞ്ഞാലും പാലക്കാട് ഷെഫ് സർപ്രൈസ് വിസിറ്റില്ലേ. സർപ്രൈസ് ആയിട്ട് എന്താണ് മുഖത്തൊരു സന്തോഷം കണ്ടോ? പിന്നെ സന്തോഷം പിന്നെ ഒന്നും അറിയാതെ പാവം. പക്ഷെ ഇന്നേക്കാളും കൂടുതൽ മറ്റേ സർപ്രൈസും സന്തോഷം കൂടെ അവൾക്കാ. എന്താ? പക്ഷെ അവൾക്കറിയില്ലോ അന്നെ കാണുന്നില്ലേ. ഇന്ന് വിളിച്ചിട്ടുള്ള വിഷ് ചെയ്തിട്ടില്ല. എന്റെ ഒരു ബർത്ത്ഡേ എന്നോടൊന്നും പറഞ്ഞിട്ടും കൂടില്ല. എവിടെ ഞാൻ മീൻ കച്ചവടത്തിന് വയ്ക്കുന്നത്. അവളോട് എന്താണ് മറ്റേ ഇക്കോ സുഖല്ലേ ചോദിച്ചാൽ ആ സുഖാണ്, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒറ്റ കട്ടാക്കല. ഇതിലല്ല കാരണം ഓളെ വിചാരം ഞാൻ ഇപ്പൊ ഇങ്ങനെ വിഷ് ചെയ്യും പാവം. കാരണം ഞാൻ രാവിലെ മെസ്സേജ് അയച്ചിട്ട് ഓൾറെഡി ഹാപ്പി ബർത്ത്ഡേ ഷെഫിനുണ്ട്.